ഇലക്ഷനൊക്കെ കഴിഞ്ഞു, നമുക്ക് കുറച്ച് സമയമുണ്ട്. ഇഷ്ടം പോലെ എവിടെയായിരുന്നു 3-4 ദിവസം? കാണാതായപ്പോൾ സന്തോഷിച്ചു. ആരെങ്കിലും തല്ലിക്കൊന്ന് കാണുമെന്ന് കരുതി. അപ്പോ മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാലും കാത്തിരിക്കും, എനിക്ക് കാണാൻ സാധിക്കും. ഞാൻ 2 ഐസ്ക്രീമൊക്കെ കഴിച്ച ശബ്ദം എൻ്റെ ഇപ്പോൾ കുറച്ച് പോയിരിക്കുകയാണ്. സത്യം. ആ പാട്രിയറ്റ് സിനിമയിൽ ഞാൻ കണ്ടത് ശാന്ത ഗംഭീരമായിട്ട് ആ സിനിമ ഇങ്ങനെ മുന്നോട്ട് പോവുകയും സിനിമ ഏതാണ്ട് ഒരു പകുതിയാവുന്ന സമയത്ത് മോഹൻലാലിന്റെ ഒരു കെട്ടകടാ വരവുണ്ട്. ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ BJPയെ സംബന്ധിച്ച് ഞങ്ങള് 3 പേർ അകത്ത്, ബാക്കിയുള്ളവർ പുറത്ത്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. മാറിക്കൊള്ളടാ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലീഡർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഓഹോ, അപ്പൊ നിനക്ക് കിട്ടിയത് മതിയായില്ല. ഞങ്ങൾ ഇവിടെ വിജയിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ഞങ്ങളുടെ പാട്രിയറ്റിന്റെ പകുതിയേ ആയിട്ടുള്ളൂ, പകുതി വരാൻ പോകുന്നതേയുള്ളൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തള്ളി മറിക്കണ? എന്തിനാ ഇങ്ങനെ മറിക്കണ? അതാ സാർ എനിക്ക് മനസ്സിലാകാത്തത്. ഒരു നിഴൽ MLA ആയി ശോഭ ഇവിടെ പാലക്കാടിനകത്ത് ഉണ്ടാകും. നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെ കുഞ്ഞിരാമ? അതായത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്ന് കൈനീട്ടി പാലക്കാട്ടുകാരോട് വോട്ട് ചോദിക്കുകയാണ്. പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ ശോഭയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്നത് എന്ത് ഘട്ടമാണ്? മത്തായിച്ചിന് അറിയാമോ ഈ നാട്ടിൽ മത്തായിച്ചിന്റെ വില എന്താണെന്ന്? 8 രൂപ 50 പൈസ. തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വിവാദങ്ങളൊക്കെ തിരിച്ചടി ചെയ്യുന്നു തോന്നുന്നു. അല്ല, ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കണം എന്നുള്ള ഒരു താല്പര്യവുമില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അപ്പൊ ഞാൻ വരട്ടെ. ശരി, 2 ദിവസം എന്നെ കാണില്ല, ഞാൻ ഡൽഹിയിലായിരിക്കും. കാണാം.